റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജാനുവരി 22-നാണ് നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ അല്ലെ. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ ആ ഒരു ധൃതിയിലായിരിക്കും. അപ്പോൾ പ്രോസസ്സിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നമുക്കത് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യമായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ എൻട്രിയിലെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ വളരെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കുറച്ച് ബേസിക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തത് ജാനുവരി 22 ഞാൻ പറഞ്ഞു. ഇനി ഓപ്പൺ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്തത് ജാനുവരി 23-നും ക്ലോസ് ചെയ്യുന്നത് ഫെബ്രുവരി 22 രാത്രി 11:59 നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി പേയ്മെന്റ് കൊടുക്കുന്നത് 24/2 വരെ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോസ് ഓപ്പൺ ആവും. എല്ലാ എക്സാമുകൾക്കും ഓപ്പൺ ചെയ്ത പോലെ കറക്ഷൻ വിൻഡോ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫെബ്രുവരി 25 തൊട്ട് മാർച്ച് 6 വരെയാണ്. അതായത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടും അതുപോലെ ചൂസൻ റെയിൽവേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് അതിനകത്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് എന്താണ്, നമ്മുടെ ഏജ്. എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഘടകമാണ് ഏജ്. ഏജ് 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി റിലാക്സേഷൻ ഉണ്ട്, അതായത് ഓരോ കാറ്റഗറി വൈസ് വരുന്ന റിലാക്സേഷൻ ഉണ്ട്. 3 വർഷം 5 വർഷം അങ്ങനെ വരുന്ന ഓരോ കാറ്റഗറി വൈസ് വരുന്ന റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ നോർമലി 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി വേക്കൻസി 32,438 വേക്കൻസീസ് ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ ആണെങ്കിലോ 10ാം തരം അല്ലെ, 10th പാസ്സായവർക്കും അല്ലെങ്കിൽ ITI പാസ്സായവർക്കും അതും അല്ലെങ്കിൽ നാക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ NTPCക്കും അതുപോലെ ടെക്നീഷ്യനും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് ഇല്ലേ അത് കൊടുത്ത് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധാർ വെരിഫിക്കേഷൻ ആയിട്ട് ആദ്യം വരുന്നത്. അപ്പൊ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം. നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും. ആ OTP നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാൻ സാധിക്കും. അപ്പൊ ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആധാർ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കളർ ഫോട്ടോഗ്രാഫ് ആണ്. കളർ ഫോട്ടോഗ്രാഫ് 50 to 100 KB ഫയൽ സൈസ് ആണ് വരേണ്ടത്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ക്യാപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, മുഖം ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ, അതായത് ഹെഡ് കവർ ചെയ്തിട്ട് തുണിയിടാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ ലൈറ്റ് കളർ ഡ്രസ്സസ് ഇടാൻ പാടില്ല. നമുക്ക് ഡാർക്ക് കളേഴ്സ് ഡ്രസ് ഇട്ട ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ ഈ പറയുന്ന പോലെ 30 to 50 KB ഫയൽ സൈസിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ. നിങ്ങൾ NTPCക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കാണുമല്ലോ. ഇത് തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും എറർ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുത്താലും വേണ്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും റീസൺ ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് വേണം നിങ്ങൾ കൊടുക്കാൻ. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് SC/ST സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് കൊടുക്കണം. ഇപ്പൊ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, EBC ആയിക്കോട്ടെ, ഏതായിരുന്നാലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വച്ചേക്കണം. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, ഇഷ്യൂയിങ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി SC/ST സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സിന്, ഓക്കെ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ട്രാവൽ അലവൻസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് SC/ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ട്രാവൽ അലവൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് SC/ST സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും ഇഷ്യൂയിങ് ഡേറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ നിങ്ങൾ മേടിച്ച് വെച്ചേക്കണം. നേരത്തെ ഉണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
പിന്നെ ഇതിന്റെ ഒരു ഫയൽ സൈസ് വരുന്നത് അപ് ടു 500 KB ആണ് നമുക്ക് ആ ഒരു എന്താണ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫയൽ സൈസ് കാര്യങ്ങൾ വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് PWBD കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ് ആണ്. അപ്പൊ നേരത്തെ എന്താണോ ഫോട്ടോഗ്രാഫിൽ ഞാൻ പറഞ്ഞത് ആ സെയിം തന്നെയാണ് PWBD ഫോട്ടോഗ്രാഫ്സും കൊടുക്കേണ്ടത്. ഫുൾ ഫോട്ടോ കൊടുക്കേണ്ട കാര്യമില്ല, ആ ഒരു കറക്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ മതിയാകും. ഇനി സ്ക്രൈബ് ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. സ്ക്രൈബ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫ് തന്നെ മതിയാവും കേട്ടോ, വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല, ഫോട്ടോഗ്രാഫ് കൊടുക്കണം, പിന്നെ അവരുടെ പേരും കാര്യങ്ങളും കൊടുക്കുക. അത്രയും ഡീറ്റെയിൽസ് മാത്രമേ അതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി ഏത് തരം ഡോക്യുമെന്റ്സ് ആയിരുന്നാലും നിങ്ങൾ സൈൻ ചെയ്ത് മേടിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സിൽ നിന്നാണ് നിങ്ങൾ എന്താണ് സൈൻ ചെയ്ത് മേടിക്കേണ്ടത്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസറിനെ കൊണ്ട്, അതായത് അതുവരെയുള്ളവർ ആ ഒരു ഇത് തൊട്ടാണ് നമ്മൾ എന്താണ് സൈൻ ചെയ്ത് മേടിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷ ആയതുകൊണ്ട് താലൂക്ക് ഓഫീസറിന് റാങ്കിന് മേലോട്ടുള്ളവർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സൈൻ ചെയ്ത് മേടിക്കാൻ. അപ്പൊ താലൂക്ക് ഓഫീസറാണ് ഏറ്റവും താഴെ വരുന്നത്. അതിന് മേലോട്ട് വരുന്ന ഓഫീസേഴ്സിന്റെ ആണ് നിങ്ങൾ എന്താണ് സൈൻ ചെയ്ത് മേടിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് SC/ST സർട്ടിഫിക്കറ്റ്. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടും. അത് പ്രിന്റ് എടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് ആ ഡോക്യുമെന്റ്സും കൂടെ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സൈൻ ചെയ്ത് മേടിക്കാവുന്നതാണ്. അപ്പൊ SC സർട്ടിഫിക്കറ്റ് ഇതുപോലെയാ വരുന്നത്. കൂടാതെ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് ആണ്. ക്രീമി ലെയർ നമുക്ക് റിസർവേഷൻ ഇല്ലാത്തതാണ്, നോൺ ക്രീമി ലെയറിനാണ് റിസർവേഷൻ ഉള്ളത്. അപ്പൊ അവർക്കുള്ള സർട്ടിഫിക്കറ്റും അതിനകത്ത് ഉണ്ട്. അപ്പൊ അത് പ്രിന്റ് ഔട്ട് എടുക്കുക. ഏതോ അതോറിറ്റി ആണോ അവരെ കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് മേടിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് EWS സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. EWS സർട്ടിഫിക്കറ്റും നമ്മളത് എന്താണ് മേടിച്ചു വെച്ചേക്കണം. കാരണം സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മേടിച്ചു വെച്ചേക്കുക. കൂടാതെ EBC സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട രണ്ടാമത്തെ ഡോക്യുമെന്റ് ആണ് EB സർട്ടിഫിക്കറ്റ്, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക മാത്രമല്ല, ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ഇതും നിങ്ങൾ മേടിച്ചു വെച്ചേക്കുക. അതായത് 50,000 ആനുവൽ ഇൻകം 50,000 ബിലോ വരുന്നവരെയാണ് EBC കാറ്റഗറിയിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു വെക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് പിന്നെ വരുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഫുൾ ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. 40% ആൻഡ് അബോവ് ഡിസബിലിറ്റി വരുന്ന സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഏതാന്ന് വെച്ച് നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, മേടിച്ച് വെച്ചേക്കണം. അതിന്റെയും സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെയ്ക്കും താങ്ക് യു, ബൈ.